നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, എമിഗ്രേഷൻ എന്നുള്ള ടേംസ് ഒക്കെ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതൽ കേൾക്കുന്ന ടേമുകളാണ്. അപ്പോൾ എന്താണ് ഈ നാറ്റാലിറ്റി നോക്കുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എൻട്രി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA നാച്ചുറൽ സയൻസിൻ്റെ സിലബസിലെ എക്കോളജി എന്നുള്ള പാർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ എക്കോളജി എന്നുള്ള പാർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മൊഡ്യൂൾ 4-ലാണ്. എക്കോളജി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ HSA നാച്ചുറൽ സയൻസിൻ്റെ മൊഡ്യൂൾ 4-ലാണ് എക്കോളജി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ PYQ അനാലിസിസ് ആണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ കുറേ പേര് കരുതി കാണും മുമ്പേ നടന്നിട്ടുള്ള HSAയുടെ മാത്രം ക്വസ്റ്റ്യൻസിൽ നിന്ന് എക്കോളജിയുടെ പാർട്ടിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിനെ പിക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കുറേ പേര് കരുതിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. കാരണം HSA, HSST പോലുള്ള എക്സാമുകളൊക്കെ 2-3 വർഷം, 3-4 വർഷത്തിലധികം ഗ്യാപ്പിലാണ് ഇങ്ങനെയുള്ള എക്സാമുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ ഒരു എക്സാം മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ അത്രയും ലിമിറ്റഡ് ആയി പോകും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. സിമിലർ സിലബസ് ഷെയർ ചെയ്യുന്ന മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ കൂടി ഫോക്കസ് ചെയ്തിട്ട് PYQs കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഒരു അനാലിസിസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ നമ്മുടെ ശ്രദ്ധ അതിൽ പതിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കുകയാണ്. ഇത് ആദ്യത്തെ ചോദ്യം നോക്കാം. വൈറ്റൽ ഇൻഡെക്സ് ഓഫ് എ പോപ്പുലേഷൻ ഈസ് ദ റേഷ്യോ ഓഫ്. വൈറ്റൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ A ബർത്ത് ഇൻറ്റു ഡെത്ത് ഇൻറ്റു 100. ഓപ്ഷൻ B ബർത്ത് മൈനസ് ഡെത്ത് ഇൻറ്റു 100. ഓപ്ഷൻ C ബർത്ത് ഡിവൈഡഡ് ബൈ ഡെത്ത് ഇൻറ്റു 100. ഓപ്ഷൻ D ആണെങ്കിലോ ബർത്ത് പ്ലസ് ഡെത്ത് ഇൻറ്റു 100. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് വൈറ്റൽ ഇൻഡെക്സ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവരെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. വൈറ്റൽ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ജനനസംഖ്യയും മരണസംഖ്യയും തമ്മിലുള്ള അനുപാതമാണ്. അപ്പോൾ ഈ വൈറ്റൽ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. വൈറ്റൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ജനനസംഖ്യനെ നമ്മൾ മരണസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് വൈറ്റൽ ഇൻഡെക്സ് എന്നറിയപ്പെടുന്നത്. ഇനി വൈറ്റൽ ഇൻഡെക്സിൻ്റെ പ്രാധാന്യം എന്താ നോക്കാം. ജീവിഗണത്തിൻ്റെ വളർച്ചാ നിരക്കിനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരു ജീവിഗണത്തിൻ്റെ വളർച്ചാ നിരക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വൈറ്റൽ ഇൻഡെക്സ് ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നത് കൂടി നോക്കാം. ഉയർന്ന വൈറ്റൽ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു. ഉയർന്ന വൈറ്റൽ ഇൻഡെക്സ് നമുക്ക് എന്തിനെക്കുറിച്ചുള്ള അറിവാണ് തരുന്നത്? ജീവിഗണത്തിൻ്റെ ഉയർന്ന സാന്ദ്രത അല്ലെങ്കിൽ ജീവിഗണത്തിൻ്റെ ഉയർന്ന വളർച്ചാ നിരക്കിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വൈറ്റൽ ഇൻഡെക്സ് ഹൈ ആണെങ്കിൽ ആ ഒരു ജീവിഗണത്തിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ വളർച്ചാ നിരക്കും ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ച് ആ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വൈറ്റൽ ഇൻഡെക്സ് ഓഫ് എ പോപ്പുലേഷൻ ഈസ് ദ റേഷ്യോ ഓഫ്. ഇനി നമുക്ക് കറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഏതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? നിങ്ങൾക്ക് കിട്ടിയോ? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അതായത് ബർത്തിനെ ഡെത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് വൈറ്റൽ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാമല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ചോദ്യം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് നോക്കാം. 2018 നടന്നിട്ടുള്ള HSST ബോട്ടണിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു വൈറ്റൽ ഇൻഡെക്സിനെ കുറിച്ചിട്ടുള്ളത്. നമ്മൾ അടുത്ത ചോദ്യം നോക്കുമ്പോൾ among the following which is a positive interaction between two populations. ഇതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ 3 ഓപ്ഷൻസ് നെഗറ്റീവ് ഇൻട്രാക്ഷനും ഒരു ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് നെഗറ്റീവ് ഇൻട്രാക്ഷനുമാണ്. ആ നെഗറ്റീവ് ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഇതിന്ന് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വായിച്ച് നോക്കാം. കോമ്പറ്റീഷൻ, ആൻറ്റിബയോസിസ്, കമൻസാലിസം ആൻഡ് പ്രിഡേഷൻ. അപ്പോൾ മലയാളത്തിലുള്ള എക്സാമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകളുടെയൊക്കെ മലയാളം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പേടിക്കേണ്ട, മലയാളമൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു സ്ലൈഡ് ഇവിടെ ഉണ്ട്, നമുക്കിതിൽ നോക്കാം. ആദ്യത്തേത് എന്താണ്? മത്സരം. മത്സരം എന്ന് പറയുമ്പോൾ ഏതിൻ്റെ മലയാളമാണ്? കോമ്പറ്റീഷൻ എന്നുള്ള വേർഡിൻ്റെ ജസ്റ്റ് ട്രാൻസ്ലേഷൻ ആണ് മത്സരം. അപ്പോൾ ഈ മത്സരത്തിൽ ഏർപ്പെടുന്നത് 2 ജീവികളോ അല്ലെങ്കിൽ 2-ൽ കൂടുതലോ ആവാം. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പറയുന്നത് 2 ജീവികൾ തമ്മിൽ മത്സരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ 2 ജീവികൾക്കും അത് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ 2 ജീവികളും ഒരേ റിസോഴ്സസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു പൊരുത്തക്കേട് കൊണ്ടുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പാണല്ലോ ഈ മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത്സരം 2 പേർക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കാം. 2 ജീവികളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നെഗറ്റീവ് പ്രതിപ്രവർത്തനമാണ് മത്സരം. അപ്പോൾ ചോദ്യത്തിൽ നമ്മളോട് പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ടാമത്തെ നോക്കുക, ആൻറ്റിബയോസിസ്. ഇതിൽ പറയുന്നത്
ചില ജീവജാലങ്ങൾ തൊട്ടടുത്ത് വളരുന്ന ജീവജാലത്തിൻ്റെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ കൊല്ലാനോ സാധ്യതയുള്ള ചില കെമിക്കൽ പ്രൊഡക്ട്സ് സിന്തസൈസ് ചെയ്യാറുണ്ട്. അത്തരം കെമിക്കൽ പ്രൊഡക്ട്സിൻ്റെ സിന്തസിസിനെയാണ് നമ്മൾ ആൻറ്റിബയോസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് ഗുണം ഉണ്ടാവും, മറ്റേ തൊട്ടടുത്ത് വളരുന്ന ആളെ കില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ റിട്ടാർഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ മത്സരം കുറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജീവിക്ക് അത് ഗുണമുണ്ട്, പക്ഷേ രണ്ടാമത്തെ ആ ഒരു ജീവിക്ക്, ഈ ഒരു ആൻറ്റിബയോസിസ് അനുഭവിക്കപ്പെട്ട ജീവിക്ക് അത് ദോഷമാണ്. അപ്പോൾ നെഗറ്റീവ് ഇൻട്രാക്ഷനാണ് ഈ ആൻറ്റിബയോസിസ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷൻസിനെയും സുഖമായിട്ട് ഇന്ന് എലിമിനേറ്റ് ചെയ്തു. പോസിറ്റീവ് ഇൻട്രാക്ഷനെ കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഓപ്ഷൻ സി നോക്കുക, സഹവർത്തിത്വം. സഹവർത്തിത്വം എന്ന് കാണുന്നുണ്ട്. ഈ സഹവർത്തിത്വം എന്ന് പറയുന്നത് കമൻസാലിസത്തിൻ്റെ മലയാളമാണ്. കമൻസാലിസം എന്നായിരുന്നു നമ്മുടെ ഓപ്ഷൻ. ഇവിടെ നോക്കുക, ഓപ്ഷൻ സി കമൻസാലിസം ആയിരുന്നു. ആദ്യത്തേത് കോമ്പറ്റീഷൻ, അതിൻ്റെ മലയാളമാണ് നമ്മൾ പറഞ്ഞത് മത്സരം. രണ്ടാമത്തത് ആൻറ്റിബയോസിസ്, അതിന് ആ ടേം തന്നെ യൂസ് ചെയ്താൽ മതി. അത് മലയാളത്തിൽ എഴുതിയിട്ടായിരിക്കും വരികയാണെങ്കിൽ അങ്ങനെ മലയാളത്തിൽ എഴുതിയിട്ടായിരിക്കും വരിക. മൂന്നാമത്തത് കമൻസാലിസം, അതാണ് സഹവർത്തിത്വം. പിന്നെ നാലാമത്തത് പ്രിഡേഷൻ. പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇരപിടുത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സഹവർത്തിത്വത്തിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സഹവർത്തിത്വം എന്ന് പറയുമ്പോൾ രണ്ട് ജീവജാലങ്ങൾ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഗുണം ലഭിക്കുന്നു, മറ്റേ ആൾക്ക് ഗുണമോ ദോഷമോ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഗുണകരമായൊരു ബന്ധമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മളോട് ഗുണകരമായ അല്ലെങ്കിൽ ബെനഫിഷ്യൽ ആയിട്ടുള്ള ബന്ധം ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏകദേശം ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക. ജസ്റ്റ് എന്നാലും ഒന്ന് വായിക്കാം. രണ്ട് ജീവികൾക്ക് ഇടയിലുള്ള ഒരു തരം സഹജീവി ബന്ധമാണ് സഹവർത്തിത്വം. മനസ്സിലാവുന്നുണ്ടല്ലോ. അതിൽ ഒരു ജീവിക്ക് പ്രയോജനം ലഭിക്കുകയും മറ്റൊന്നിന് ദോഷമോ പ്രയോജനമോ ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു ബന്ധമാണ് ഏതായിട്ട് മാറുക, സഹവർത്തിത്വം എന്നുള്ളൊരു ബന്ധമായിട്ട് തീരുക. ഇനി നമുക്ക് ഏകദേശം ആൻസർ കിട്ടിയെങ്കിലും നാലാമത്തെ ഓപ്ഷനും കൂടി വായിക്കണം. നാലാമത്തെ ഓപ്ഷൻ എന്താ? ഇരപിടുത്തം. ഇരപിടുത്തം എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇരപിടുത്തം നടക്കുന്ന സമയത്ത് ഒരു പ്രിഡേറ്ററും ഒരു പ്രേയും ഉണ്ടായിരിക്കും. ആ പ്രിഡേറ്ററിന് ഭക്ഷണം കിട്ടി, പക്ഷെ പ്രേക്കോ അതിൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി, സഹവർത്തിത്വമാണ് നമ്മുടെ ആൻസർ. ശരിയായ ഉത്തരത സഹവർത്തിത്വമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതിൻ്റെ ഇംഗ്ലീഷാണ് കമൻസാലിസം. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ, ഇതാണ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിരിക്കുന്നത് HSST ബോട്ടണിയുടെ ഒരു എക്സാമിൽ നിന്നാണ്. 2018 നടന്നിട്ടുള്ള ഒരു എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും HSSTയുടെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ HSAയുടെക്കാളും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണെന്നാണ് സാധാരണ എക്സ്പെക്ട് ചെയ്യുക. എന്നാൽ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടേ HSA എക്സാമിന് അപ്പിയർ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യം നോക്കിയേ. The shape of pyramids gives the reflection of growth status of a population. Identify the growth status depicted by the given pyramid. ഈ പിരമിഡിൽ കാണിച്ചിരിക്കുന്ന ഗ്രോത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് ഒരു ഏജ് പിരമിഡാണ്. ഈ തന്നിരിക്കുന്നത് ഏജ് പിരമിഡാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ, അതായത് NCERT ടെക്സ്റ്റ് ബുക്കിൽ, ഹയർ സെക്കൻഡറി +2 ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചിത്രം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചിത്രം മാത്രമല്ല, ഏജ് പിരമിഡിന് 3 രീതിയിൽ വരച്ചിട്ടൊക്കെയുള്ള ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ തന്നിരിക്കുന്ന 3 ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രമാണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ ഒരു പിക്ചർ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിൻ്റെതാണ് ഈ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് എക്സ്പാൻഡിങ് പോപ്പുലേഷനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിക്ലൈനിങ് പോപ്പുലേഷനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഡിങ് പോപ്പുലേഷനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ പോപ്പുലേഷനെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഈ ചിത്രം എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ NCERT ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അത് നമുക്ക് എളുപ്പം ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കാം നമുക്ക് ഈ ഒരു ചിത്രത്തിലേക്ക്. പോപ്പുലേഷൻ്റെ ഏജ് പിരമിഡാണ്, അതായത് വയോസ്തൂപിക എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. ഏജ് പിരമിഡിൻ്റെ മലയാളമാണ് വയോസ്തൂപിക. അപ്പോൾ വയോസ്തൂപിക 3 തരത്തിൽ നമുക്ക് പോപ്പുലേഷൻ്റെ വയോസ്തൂപിക 3 തരത്തിൽ വരയ്ക്കാൻ സാധിക്കും. അതായത് വ്യത്യസ്ത പോപ്പുലേഷൻ്റെ വയോസ്തൂപിക ഇങ്ങനെ 3 തരത്തിലാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ വയോസ്തൂപികയിൽ 3 കാറ്റഗറി ഓഫ് ഏജിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 3 കളേഴ്സ് കാണുന്നുണ്ടല്ലോ. ഈ യെല്ലോ കളർ 3 ഗ്രാഫിലും ഉണ്ട്. യെല്ലോ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്രത്യുൽപാദന ശേഷി കൈവരിക്കാത്ത
ചെറിയ പ്രായത്തിലുള്ള ആളുകൾ, പ്രത്യുൽപാദന ശേഷി കൈവരിക്കാത്തവരാണ് യെല്ലോ കളറിലുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് പ്രത്യുൽപാദന ശേഷി ഉള്ളവരുടെ ഗ്രൂപ്പാണ്. ഇപ്പോൾ പ്രത്യുൽപാദന ശേഷി ഉള്ളവരുടെ ഗ്രൂപ്പിനെ നമ്മൾ ബ്ലൂ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതും കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവർ, ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിനെയാണ് നമ്മൾ പിങ്ക് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ, ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു പ്രത്യുൽപാദന ശേഷി കൈവരിക്കാത്തവരുടെ ആ ഒരു ഏരിയയാണ് ഏറ്റവും ബ്രെഡ്ത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വീതി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രൂപ്പിലാണ് കൂടുതൽ മെമ്പേഴ്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ പ്രത്യുൽപാദന ശേഷി ഉള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് ഈ താഴത്തെ ഗ്രൂപ്പിനേക്കാളും ചെറുതാണ്. അങ്ങനെ ഓരോരോ മേലോട്ട് പോകുന്നതനുസരിച്ച് ബ്രെഡ്ത്ത് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലുള്ളത് കുട്ടികളാണ്, അതിലും കുറച്ച് കുറവാണ് അഡൾട്ട് ആളുകൾ, അതിലും കുറച്ച് കുറവാണ് ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പോപ്പുലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ അടുത്ത ജനറേഷനിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ജനറേഷനിൽ ഈ താഴെ കാണുന്ന ഇത്രയും ആളുകൾ മൊത്തം അഡൾട്ട് ഏജിലേക്ക് മാറും. ഈ അഡൾട്ട് ഏജിലുള്ള ആളുകൾ മുഴുവൻ ഏജ്ഡ് പീപ്പിൾസ് ആയിട്ട് മാറും. അങ്ങനെ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും ആളുകൾ അടുത്ത തലമുറയിൽ അഡൾട്ടായിട്ട് മാറുമ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് വീണ്ടും ഇൻക്രീസ് ചെയ്യുക. അത്രയും ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് താഴെ വീണ്ടും കുട്ടികളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഈ ഒരു പോപ്പുലേഷൻ ഗ്രാജുവലി എപ്പോഴും ഇൻക്രീസ് ചെയ്ത് വരും. അങ്ങനെയുള്ള ഒരു പോപ്പുലേഷനാണ് നമ്മൾ വളരുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി രണ്ടാമത്തെ ഒരു പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ സന്തുലിതാവസ്ഥയിലുള്ള ഒരു പോപ്പുലേഷനെയാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രത്യുൽപാദന ശേഷി കൈവരിക്കാത്ത പ്രായത്തിലുള്ളവരും പ്രത്യുൽപാദന ശേഷിയിലുള്ളവരുടെയും നമ്പർ ഏകദേശം തുല്യമായതുകൊണ്ടാണ് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെയും വിഡ്ത്ത് ഏകദേശം സമാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് വരുമ്പോഴും ഈ ഒരു ഭാഗത്തിൻ്റെ ബ്രെഡ്ത്തിന് വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് ഇതേപോലെ തന്നെ തലമുറകളോളം തുടർന്നു പോകാനുള്ളൊരു സാധ്യത, ഒരു ടെൻഡൻസി കാണിക്കുന്നതുകൊണ്ട് ഇതിനെ സന്തുലിതാവസ്ഥയിലുള്ള ഒരു പോപ്പുലേഷൻ എന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ആ ഒരു യെല്ലോ ഷെയ്ഡ് ചെയ്തത് പ്രത്യുൽപാദന ശേഷി കൈവരിക്കാത്ത കുട്ടികളുടെ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക ന്യൂ ബോൺസ് ഒക്കെ ആയിട്ടുള്ള പ്രത്യുൽപാദന ശേഷിയിലേക്ക് എത്താത്ത ചെറിയ മെമ്പേഴ്സിനെയാണ് നമ്മൾ ഈ താഴെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ താഴെ ഏറ്റവും കുറഞ്ഞ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയിലേക്ക് അഡൾട്ടുകളായിട്ട് മെച്ചുറായിട്ട് വരാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഈ ഒരു പോപ്പുലേഷനിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ നേരോ ഡൗൺ ചെയ്ത് വരികയാണ് ചെയ്യുക അടുത്ത തലമുറ വരുന്ന സമയത്ത്. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ ഈ താഴെയുള്ളതാണ് യെല്ലോ പാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികളാണ് വരും തലമുറയിൽ അഡൾട്ടായിട്ട് മാറാനുള്ളത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അടുത്ത തലമുറയിൽ അഡൾട്ടായിട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വീണ്ടും ഈ ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറഞ്ഞാണ് വരിക. അപ്പോൾ അതിൻ്റെ താഴേക്ക് പിന്നെയും കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് വളരെ കുറച്ചായിരിക്കും ആ യെല്ലോ പോർഷൻ വീണ്ടും തലമുറകളോളം മാറി വരിക. കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ ഈ മൂന്നാമത്തെ പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പിക്ചറിലെ ഏറ്റവും താഴെ ഭാഗത്ത്, അതായത് യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഏറ്റവും വിഡ്ത്ത് കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ അടുത്തൊരു തലമുറയാകുന്ന സമയത്ത് ഇത്രയും കുറച്ച് മെമ്പേഴ്സേ റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഗ്രാജുവലി ഓരോ തലമുറ കഴിയും തോറും അതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞ് വന്ന് കാലക്രമേണ ഈ ഒരു പോപ്പുലേഷൻ തന്നെ എലിമിനേറ്റ് ആയി പോകാനുള്ള ഒരു സാധ്യത അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പോപ്പുലേഷനെ നമ്മൾ ക്ഷയിക്കുന്ന ഒരു പോപ്പുലേഷനായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തേത് വളരുന്ന പോപ്പുലേഷനാണ്, രണ്ടാമത്തത് സന്തുലിതാവസ്ഥയിലുള്ളൊരു പോപ്പുലേഷനാണ്, മൂന്നാമത്തത് ഒരു ക്ഷയിക്കുന്ന പോപ്പുലേഷനാണ്. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ടേംസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു പോവാം. ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ചിത്രമാണ് നമ്മൾ ഇപ്പം നോക്കിയ 3 പിക്ചേഴ്സിൽ ആദ്യത്തെ പിക്ചറാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ പിക്ചർ ഏത് ടൈപ്പ് പോപ്പുലേഷനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിനോടാണ് അത് മാച്ച് ആവുന്നത്? എക്സ്പാൻഡിങ് പോപ്പുലേഷൻ, വളരുന്ന പോപ്പുലേഷൻ്റെ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത് ഈ വളരുന്ന പോപ്പുലേഷൻ്റെ അതേ പാറ്റേൺ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണാൻ സാധിക്കുന്നത്. ഡിക്ലൈനിങ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? ഏറ്റവും അവസാനം നമ്മൾ ശോഷിക്കുന്ന, എന്തായിരുന്നു ആ വാക്ക് പറഞ്ഞത്? ക്ഷയിക്കുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞതാണ് ഈ ഡിക്ലൈനിങ്. എക്സ്പ്ലോഡിംഗ് എന്നുള്ളത് വെറുതെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. സ്റ്റേബിൾ എന്ന് പറയുമ്പോഴോ സന്തുലിതമായ പോപ്പുലേഷൻ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇത് CTET-ന്റെ 2022 നടന്ന CTET-ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഈ ചോദ്യത്തിൽ എന്താണ് ചെയ്തത്? മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഐറ്റംസ് നമ്മൾ മാച്ച് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ നോക്കുക, നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. ഈ ടേംസ് ഒക്കെ പരിചയമുണ്ടല്ലോ. നമ്മുടെ ക്ലാസ്സിൽ, എക്കോളജിയുടെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച ടേംസ് ആണ്. ഇനിയിപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നവരും അറിയുണ്ടാവുമല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ടോപ്പിക്സ് തന്നെയാണ്. നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ എന്നുള്ള ടേംസ് ഒക്കെ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതൽ കേൾക്കുന്ന ടേമുകളാണ്. അപ്പോൾ എന്താണ് ഈ നേറ്റാലിറ്റി നോക്കുക. നേറ്റാലിറ്റി എന്താ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ജനനസംഖ്യ അല്ലെങ്കിൽ ജനന നിരക്ക് എന്നുള്ളതിനെയാണ് നേറ്റാലിറ്റി എന്നുള്ളൊരു ടേം ഉദ്ദേശിക്കുന്നത്. ഇനി മോർട്ടാലിറ്റി എന്ന് പറയുമ്പോഴോ മരണസംഖ്യ അല്ലെങ്കിൽ മരണനിരക്കിനെയാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ കുടിയേറ്റമാണ്. കുടിയേറ്റത്തിനെയാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. എമിഗ്രേഷൻ എന്ന് പറയുമ്പോഴോ കുടിയിറക്കമാണ്. കുടിയിറക്കം എന്ന് പറയുമ്പോൾ ഒരു ജീവിഗണത്തിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതാണ് എമിഗ്രേഷൻ. ജീവിഗണത്തിലേക്ക് ആളുകൾ പുറത്തുനിന്ന് കടന്നു വരുന്നതിനെയാണ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെയൊക്കെ ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നേറ്റാലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ബർത്തിൻ്റെ റേറ്റ് ആണ്. അപ്പോൾ അത് എവിടെയാണ് യോജിപ്പിക്കാൻ പറ്റുക? ഇവിടെ യോജിപ്പിക്കാൻ പറ്റും. മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് നമ്പർ ഓഫ് ഡെത്ത് ഇൻ ദ പോപ്പുലേഷൻ. ഓക്കെ അല്ലേ? ഇനി ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോഴോ ഇമിഗ്രേഷൻ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് ഇൻഡിവിജ്വൽസ് ഒരു പോപ്പുലേഷനിലേക്ക് കയറി വരുന്നതിനെയാണ് എന്ത് പറയാ ഇമിഗ്രേഷൻ എന്ന് പറയാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കമ്മിങ് ഇൻ ടു ദ ഹാബിറ്റാറ്റ് ഫ്രം എൽസ്വേർ, അതാണ് ഇമിഗ്രേഷൻ. എമിഗ്രേഷൻ എന്ന് പറയുമ്പോഴോ ഇനി ബാക്കി ഒരു ഓപ്ഷൻ കൂടി ബാക്കിയുള്ളൂ. അത് ഇവിടെയാണ് കണക്റ്റ് ആവുന്നത്. കാരണം എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ ലീവിങ് ആണ്. ഇൻഡിവിജ്വൽസ് ലീവിങ് ഫ്രം ദ ഹാബിറ്റാറ്റ്, അതാണ്. അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതിൽ ഏതാ വരിക? A2, B4, C1, D3. അപ്പോൾ ഓപ്ഷൻ എ, ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ജനനസംഖ്യ അല്ലെങ്കിൽ ജനന നിരക്കാണ്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണസംഖ്യ അല്ലെങ്കിൽ മരണനിരക്കിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറയുമ്പം കുടിയേറ്റമാണ്. ഈ എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ കുടിയിറക്കമാണ്. അപ്പോൾ ഇതൊന്നും മാറിപ്പോകാൻ പാടില്ല. ഈ ഡെഫിനേഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യനിലായിരുന്നു വന്നത്? CTET-ന്റെ ക്വസ്റ്റ്യനിലാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അപ്പോൾ HSC-ക്ക് ആണെങ്കിലും ഈ കൺസെപ്റ്റുകളൊക്കെ നോക്കി വെക്കുക. അപ്പോൾ ഈ കൺസെപ്റ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വന്നത്. ഇനി നമ്മൾ HSA-യിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെ നോക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ HSST-യും CTET-ഉം ഒക്കെ ആയിരുന്നു നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് HSA-യുടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2022 നടന്ന HSA-യുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വായിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 4 പ്രസ്താവന ഉണ്ട്. അതിൽ 3 തെറ്റായിരിക്കും, 1 ശരിയായിട്ടുണ്ടാവുക. അത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നേറ്റാലിറ്റി എന്നത് മരണനിരക്കിനെ സംബന്ധിച്ചതാണ്. അങ്ങനെയാണോ? ഇപ്പോൾ മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടത് നേറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ജനന നിരക്കല്ലേ? അപ്പോൾ അത് തെറ്റാണ്, നമുക്ക് ആദ്യം മനസ്സിലായി. ഇനി അലോപാട്രിക് സ്പീസിയേഷന് കാരണം റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണ്. അലോപാട്രിക് സ്പീസിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്നുള്ള കാര്യം അവിടെ കയറി വരുന്ന ഒരു കാര്യമാണോ? നമ്മൾ സ്പീഷീസ് കൺസെപ്റ്റുകളും സ്പീസിയേഷൻ എന്നുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്കോളജിയിൽ പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ ഈ അലോപാട്രിക് സ്പീസിയേഷൻ എന്നുള്ള കാര്യം ജോഗ്രഫിക്കൽ ഐസൊലേഷൻ കാരണം പുതിയ സ്പീഷീസ് രൂപപ്പെടുന്നതിന് ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അലോപാട്രിക് സ്പീസിയേഷൻ. പക്ഷെ ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം തെറ്റാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പറയാം. ആദ്യത്തേത് എന്തായിരുന്നു? ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? നേറ്റാലിറ്റിയുടെ കാര്യം. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. ഒരു ജനസംഖ്യയ്ക്കുള്ളിലെ ജനന നിരക്കിനെയാണ് നേറ്റാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരു നിശ്ചിത കാലയളവിൽ
എത്ര ജനനങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ അളവുകോലാണിത്. പിന്നെയോ നേറ്റാലിറ്റി എന്നത് ജനസംഖ്യാ ചലനാത്മകതയിൽ ഒരു പ്രധാന ഘടകമാണ്. ഇത് ജനസംഖ്യാ ചലനാത്മകത എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഡൈനാമിക്സ് ആണ്. അപ്പോൾ പോപ്പുലേഷൻ ഡൈനാമിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നേറ്റാലിറ്റി. കാരണം നല്ല നേറ്റാലിറ്റിയുടെ റേറ്റ് വളരെ കൂടുതലാണെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ്റെ ജനസംഖ്യ വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, ഇത് ജനസംഖ്യാ വളർച്ചയെയും വലിപ്പത്തെയും സ്വാധീനിക്കുന്നു, പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നു. അതിനാൽ ഈ പ്രസ്താവന തെറ്റാണ്. അപ്പം നേറ്റാലിറ്റി ഇൻഡിക്കേറ്റ്സ് മരണനിരക്ക് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്നായിരുന്നു ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്, നമുക്ക് മനസ്സിലായി. പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി, അലോപാട്രിക് സ്പീസിയേഷന് കാരണമായത് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ മൂലമാണ് അലോപാട്രിക് സ്പീസിയേഷൻ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ നടക്കുന്ന സമയത്ത് ഒരു ജീവിഗണത്തിലെ ജീവിവർഗത്തിലെ മെമ്പേഴ്സ് രണ്ടായിട്ട് പിരിഞ്ഞു പോകും. അങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞ് ഒരു സ്പീഷീസിൽ നിന്ന് അങ്ങനെ രണ്ടായി പിരിഞ്ഞ് മാറുന്നത് മൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പിനെ നമ്മൾ പോപ്പുലേഷൻ എന്നാ പറയുക, അതായത് ജീവിഗണം എന്നാ പറയുക. ഈ ജീവിഗണം പിന്നീട് ഒരിക്കലും പരസ്പരം ബന്ധപ്പെടാതെ ആകുമ്പോൾ, ജീൻ ഫ്ലോ ഇല്ലാതെ ആകുന്ന സമയത്ത് ഗ്രാജുവലി ഇവല്യൂഷൻ വഴി ഈ രണ്ട് പോപ്പുലേഷൻസ് സെപ്പറേറ്റ് സ്പീഷീസുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കാം, ഒരു ജീവിവർഗത്തിൻ്റെ ജനസംഖ്യ ഭൂമിശാസ്ത്രപരമായി വേർതിരിക്കപ്പെടുമ്പോൾ അവ വ്യത്യസ്ത പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് വിധേയമാകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, വലിയൊരു പർവ്വതത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ വലിയൊരു ഒരു പുഴയോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ എർത്തുകോയ്ക്കോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ഒക്കെ അങ്ങനത്തെയൊക്കെ വലിയ പ്രതിഭാസങ്ങൾ നടക്കുന്ന സമയത്ത് പുതിയതായിട്ടൊരു അരുവിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാജുവലി എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടോ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു സ്പീഷീസിലെ കുറച്ച് മെമ്പേഴ്സ് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ജീവിഗണങ്ങൾ രൂപപ്പെടുന്നത്. ഈ ജീവിഗണങ്ങളിലെ മെമ്പേഴ്സ് പരസ്പരം മാത്രം ബന്ധപ്പെടുന്നു. പിന്നീട് ഒരിക്കലും ഈ രണ്ട് സെപ്പറേറ്റ് ആയി പോയ ജീവിഗണങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള സാധ്യത ഇല്ലാണ്ടാകുന്ന സമയത്ത് ഗ്രാജുവലി ഇത് രണ്ട് സ്പീഷീസായി പോകുന്നു എന്നാണല്ലോ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയി പോകാൻ കാരണം? അവർക്ക് രണ്ടുപേർക്കും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് രണ്ട് സ്പീഷീസ് ആയിട്ട് മാറാൻ കാരണമായത്. ഇനി കാലക്രമേണ ഒറ്റപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ ജീൻ പ്രവാഹത്തിന്റെ അഭാവം മൂലം പുതിയ ജീവിവർഗങ്ങളുടെ രൂപീകരണത്തിന് ഇത് കാരണമാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? കാലക്രമേണ ഇങ്ങനെ ഒറ്റപ്പെട്ട ജനവിഭാഗം, രണ്ട് സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയല്ലോ, ഈ ജനവിഭാഗങ്ങൾക്ക് പിന്നീട് ജീൻ പ്രവാഹത്തിന് സാധ്യതകൾ ഇല്ലാണ്ടാവുന്ന സമയത്ത് അത് ഒറ്റപ്പെട്ട രണ്ട് സ്പീഷീസ് ആയിട്ട് വേർതിരിഞ്ഞു പോകുന്നു. അതിനാൽ ഈ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ അലോപാട്രിക് സ്പീസിയേഷൻ്റെ കാരണമായത് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണെന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ ഡിയിൽ എന്തിനെ കുറിച്ചായിരുന്നു പറയുന്നത്? അത് നമുക്ക് ആദ്യം ഈ എക്സ്പ്ലനേഷൻ വായിക്കാം. അപ്പോൾ ഓപ്ഷനെ കുറിച്ച് കണക്ട് ചെയ്ത് ഞാൻ പറയാം. അപ്പോൾ നോക്കാം, ഓപ്ഷൻ ഡിയിൽ പറയുന്നത് വ്യാവസായിക മലിനീകരണത്തോടുള്ള പ്രതികരണമായി നിശാശലഭങ്ങളുടെ എണ്ണം ഇരുണ്ടതാകുന്ന വ്യാവസായിക മെലാനിസം, അതായത് ഇൻഡസ്ട്രിയൽ മെലാനിസം പ്രകൃതി നിർദ്ധാരണത്തിന്റെ ഒരു അറിയപ്പെടുന്ന ഉദാഹരണമാണ്. അപ്പോൾ പ്രകൃതി നിർദ്ധാരണം ഇതിൻ്റെ അറിയപ്പെടുന്ന ഉദാഹരണമല്ല എന്നായിരുന്നു ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. അപ്പോൾ അതെന്തായാലും പ്രകൃതി നിർദ്ധാരണത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അപ്പോൾ നമുക്ക് ഈ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗം കൂടി വായിക്കാം. മലിനമായ അന്തരീക്ഷത്തിൽ ഇരുണ്ട നിശാശലഭങ്ങൾക്ക് അതിജീവന നേട്ടം ലഭിച്ചു. അപ്പോൾ ഗ്രാജുവലി നാച്ചുറൽ സെലക്ഷൻ ആർക്ക് കിട്ടുകയാണ്? ഇൻഡസ്ട്രിയൽ മെലാനിസം കാരണം, അതായത് അറ്റ്മോസ്ഫിയർ ഒക്കെ ഇരുണ്ട നിറമാകാൻ തുടങ്ങി. അപ്പോൾ ഇരുണ്ട നിറമുള്ള ചിത്രശലഭങ്ങൾക്ക് അതൊരു ബെനിഫിറ്റ് ആയിട്ട് മാറി, അവരെ കൂടുതൽ പ്രിഡേറ്റേഴ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. നാച്ചുറൽ സെലക്ഷനെയാണ് നമ്മൾ ഈ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മലിനമായ അന്തരീക്ഷത്തിൽ ഇരുണ്ട നിശാശലഭങ്ങൾക്ക് അതിജീവന നേട്ടം ലഭിച്ചു. ഇത് ഇവയുടെ ആവൃത്തിയിൽ വർധനവിന് കാരണമായി. അപ്പോൾ ഇരുണ്ട നിറത്തിലുള്ള ശലഭങ്ങളും
കുറച്ച് വെളുത്ത നിറത്തിലുള്ള ശലഭങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രകൃതിയിൽ കൂടുതൽ ഇരുണ്ട നിറത്തിലേക്ക് മാറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇരുണ്ട നിറമുള്ള ശലഭങ്ങൾക്ക് അതൊരു ബെനിഫിറ്റായി. അവർ പ്രിഡേറ്റേഴ്സിന് കൂടുതൽ എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ വഴി ഇവർ കൂടുതൽ എന്താ പറയുക, പ്രകൃതി നിർദ്ധാരണത്തിലൂടെ കൂടുതൽ സെലക്ഷൻ നേടിയെടുക്കാൻ തുടങ്ങി. ഓക്കെ, അതിനാൽ ഈ പ്രസ്താവന തെറ്റാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോവാം. ഓപ്ഷൻ ഡിയിൽ വ്യാവസായിക മലിനീകരണത്തോടുള്ള പ്രതികരണമായി നിശാശലഭങ്ങൾ ഇരുണ്ടതാകുന്ന വ്യാവസായിക മെലാനിസം. അപ്പോൾ നിശാശലഭങ്ങൾ ഗ്രാജുവലി ഓരോ തലമുറ കഴിയുന്തോറും ഇരുണ്ടതായി വരുന്ന ആ ഒരു പ്രതിഭാസം പ്രകൃതി നിർദ്ധാരണത്തിന്റെ അറിയപ്പെടുന്ന ഒരു ഉദാഹരണമാണ്. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ പ്രസ്താവനയിൽ തന്നിരിക്കുന്ന എന്തായിരുന്നു? അതിന് അനുയോജ്യമായൊരു ഉദാഹരണമല്ല എന്നായിരുന്നു ആ ഒരു പ്രസ്താവനയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രസ്താവന തെറ്റാണ് നമുക്ക് മനസ്സിലായി. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രസ്താവന തെറ്റാണ് നമുക്ക് മനസ്സിലായി. ഇനി എൻ്റെ ബാക്കിയും കൂടി നോക്കാം. മലിനമായ അന്തരീക്ഷത്തിൽ ഇരുണ്ട നിശാശലഭങ്ങൾക്ക് അതിജീവന നേട്ടം ലഭിച്ചു. അപ്പോൾ ഇരുണ്ട നിശാശലഭങ്ങളാണ് കൂടുതൽ അതിജീവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായിരുന്നു ഇൻഡസ്ട്രിയൽ മെലാനിസം? ഇൻഡസ്ട്രിയലൈസേഷൻ വന്ന സമയത്ത് എൻവയോൺമെൻറ്റിൽ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ പുകപടലങ്ങളൊക്കെ കാരണം എൻവയോൺമെൻറ്റ് ബ്ലാക്ക് കളറിലേക്ക് മാറാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള മോത്തുകൾക്ക് കൂടുതൽ അതിജീവിക്കാനുള്ള സാധ്യത ലഭിച്ചു. അപ്പോൾ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള മോത്തുകളൊക്കെ എലിമിനേറ്റ് ആയിട്ട് പോയി. അപ്പോൾ അതിജീവന നേട്ടം ഇതിലൂടെ ആർക്കാ കിട്ടിയത്? ഇരുണ്ട നിറത്തിലുള്ള ചിത്രശലഭങ്ങൾക്കാണ് കിട്ടിയത്. ഇത് അവയുടെ ആവൃത്തിയിൽ വർധനവിന് കാരണമായി. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെന്റൻസ് തെറ്റാണ് നമുക്ക് മനസ്സിലായി. അതിനാൽ ഈ പ്രസ്താവന തെറ്റാണ്. ഈ പ്രസ്താവനയല്ല, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രസ്താവന തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒന്നുകൂടി ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റ് ഓപ്ഷൻ സിയും കൂടി ഒന്ന് നോക്കാം. ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത്? ഗാലപ്പഗോസ് ദ്വീപുകളിലെ ഡാർവിൻ്റെ ഫിഞ്ചുകൾ വ്യത്യസ്ത ഭക്ഷണ സ്രോതസ്സുകളുമായി പൊരുത്തപ്പെടുന്ന വൈവിധ്യമാർന്ന കൊക്ക് ആകൃതികളും വലിപ്പങ്ങളും പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ വിവിധ തരം നിഷിലേക്ക് അഡാപ്റ്റേഷൻ നേടാനായിട്ട് ഗാലപ്പഗോസ് ദ്വീപിലെ ഡാർവിൻ ഫിഞ്ചസ് ഉണ്ടല്ലോ, ഈ ഡാർവിൻ ഫിഞ്ചസുകൾ കൊക്കിൻ്റെ ആകൃതിയിൽ പലതരം ഇവല്യൂഷണറി ചേഞ്ചസ് വരുത്തി പുതിയ സ്പീഷീസുകളായിട്ട് മാറി. അപ്പം അങ്ങനെ കുറേ സ്പീഷീസുകൾ എമേർജ് ചെയ്തതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഒരു സ്പെഷ്യൽ എക്സാമ്പിളാണ് ഡാർവിൻ ഫിഞ്ചസ്. ഇത് അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ്. ഓക്കെ, അവിടെ ഒരു പൂർവിക ഇനം വിവിധ പാരിസ്ഥിതിക ഇടങ്ങൾ നിറയ്ക്കാൻ ഒന്നിലധികം സ്പീഷീസുകളായി വൈവിധ്യവൽക്കരിക്കപ്പെടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സ്പീഷീസ് കുറേ നിഷിലേക്ക് അഡാപ്റ്റേഷൻ നേടാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിൽ കുറേ എണ്ണം ഒരുമിച്ച് നിലനിൽക്കാൻ വേണ്ടിയിട്ടും, അതായത് കോ എക്സിസ്റ്റൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നുള്ള ഒരു പ്രതിഭാസം നടന്നത്. ഓക്കെ, അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഒരു സ്പെഷ്യൽ എക്സാമ്പിളാണ് ഡാർവിൻ ഫിഞ്ചസ്. അപ്പോൾ അതിനാൽ ഈ പ്രസ്താവന ശരിയാണെന്ന് മനസ്സിലായി. ഈ ചോദ്യം ഒന്നുകൂടി കാണുമ്പോഴാണ് ക്ലിയർ ആവുക. ഇപ്പോൾ ചോദ്യത്തിൽ എന്തായിരുന്നു ഉള്ളത്? നേറ്റാലിറ്റി എന്നത് മരണനിരക്കിനെ സംബന്ധിച്ചതാണെന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായി. കാരണം നേറ്റാലിറ്റി ജനന നിരക്കിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ്. ഇനി അലോപാട്രിക് സ്പീസിയേഷന് കാരണം റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണെന്ന് പറയുമ്പോൾ അതും തെറ്റാണ്. അലോപാട്രിക് സ്പീസിയേഷന് കാരണം എന്തായിരുന്നു? ജിയോഗ്രഫിക്കൽ ഐസൊലേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2 ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? ഡാർവിൻ ഫിഞ്ചുകൾ അഡാപ്റ്റീവ് റേഡിയേഷന് ഉദാഹരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡാർവിൻ ഫിഞ്ചുകൾ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ സ്പെഷ്യൽ എക്സാമ്പിൾ ആണ് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ആ ഓപ്ഷൻ ശരിയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിയായതിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ശരിയായതാണോ തെറ്റായതാണോ ചോദിച്ചതെന്നൊക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കുക. ശരിയായതാണ് ചോദിച്ചത്, അപ്പോൾ ഓപ്ഷൻ സി ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാലും അവസാനത്തെ ഓപ്ഷൻ കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഇൻഡസ്ട്രിയൽ മെലാനിസം പ്രകൃതി നിർദ്ധാരണത്തിന് ഉദാഹരണമല്ല എന്ന് പറയുന്നു. ഇൻഡസ്ട്രിയൽ മെലാനിസം പ്രകൃതി നിർദ്ധാരണത്തിൻ്റെ ഏറ്റവും സ്പെഷ്യൽ എക്സാമ്പിളാണ്. പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുമ്പോൾ നാച്ചുറൽ സെലക്ഷൻ്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഉദാഹരണമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ നമ്മളോട് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ കറക്റ്റ് ആൻസറിൽ എത്തിയിരിക്കുകയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ HSST നോക്കി, CTET ക്വസ്റ്റ്യൻസ് നോക്കി. അതിൽ HSST ഒക്കെ ആയിരുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ. CTET ആണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ NCERT ടെക്സ്റ്റ് എന്ന് ചോദിച്ച ചോദ്യമായിരുന്നു. പക്ഷേ ഈ HSA നോക്കുകയാണെങ്കിൽ HSA ആണ് ഇപ്പോൾ കൂട്ടത്തിൽ കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം 4 കൺസെപ്റ്റിനെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ 4 കൺസെപ്റ്റ് നന്നായിട്ട് അറിയുമെങ്കിലേ ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ HSA എന്ന് പറയുമ്പോൾ കുറച്ച് നിലവാരം കുറഞ്ഞ ചോദ്യമായിരിക്കും. 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ബുക്ക് മാത്രം പഠിച്ചു പോയാൽ തന്നെ ഒരു 50 ചോദ്യം കിട്ടും എന്നൊക്കെയുള്ള ആ കൺസെപ്റ്റൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. അത് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സെഷൻ എടുത്തത്.
അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു നിലവാരവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ചിന്തിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഇപ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ട സമയമായി. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഒരു ഡിഗ്രി ലെവൽ വരെ നമ്മൾ ഒരു ചുവട് അധികം നോക്കുകയും വേണം. എന്നാലേ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്യാനും ഒരു ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ കയറാനും സാധിക്കുള്ളൂ. എന്നാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ കുറേ പേര് എൻട്രിയിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ജോയിൻ ചെയ്യണോ, ഇനി പഠിക്കാനുള്ള സമയം ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ എക്കോളജിയുടെയൊക്കെ കുറേ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് തുടങ്ങി. ഓക്കെ, അപ്പോൾ എക്കോളജിയുടെ മാത്രമല്ല വേറെയും പോർഷൻസ് എല്ലാവരും നമ്മൾ ടീം കൈകാര്യം ചെയ്ത് ഏകദേശം നല്ലൊരു പോർഷൻ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി താമസിക്കരുത്, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഏറ്റവും ബേസിക് മുതൽ ഏറ്റവും നല്ല HSAയുടെ നിലവാരത്തിൽ വരാൻ സാധ്യതയുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വരെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തരും. നമ്മൾ തരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന റാങ്കിൽ തന്നെ എത്താൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, വാശിയോടെ പഠിച്ച് മുന്നിലെത്തുക. താങ്ക് യു.